IBMനും ആപ്പിളിനും മുമ്പ് 1978-ൽ ഇന്ത്യയിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ഒരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? HCL 8C എന്ന ആ പേഴ്സണൽ കമ്പ്യൂട്ടറിന് പിന്നിൽ ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ് അഥവാ ഇന്ന് HCL ടെക് എന്നറിയപ്പെടുന്ന കമ്പനിയായിരുന്നു. ഇന്ന് ഇന്ത്യയിലെ മുൻനിര IT കമ്പനികളിലൊന്നായ HCL ടെക് ഉണ്ടായതിന് പിന്നിൽ പലർക്കും അറിയാത്ത ഒരു കഥയുണ്ട്. കമ്പ്യൂട്ടർ മാനുഫാക്ചറിംഗിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് 70കളിൽ തന്നെ മനസ്സിലാക്കിയ ഒരാളുണ്ട്. ആരായിരുന്നു ആ വ്യക്തി? HCLന്റെ ഫൗണ്ടറും ഹോബ്സിന്റെ 2025 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പണക്കാരനുമായ ശിവ് നാടാറായിരുന്നു അത്. ശിവിന്റെ തിരിച്ചറിവിന്റെയും ദീർഘദൃഷ്ടിയുടെയും ആ കഥ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ആദ്യമായി തമിഴ്നാട്ടിലെ മൂലൈപ്പൊഴി എന്ന ഗ്രാമത്തിലേക്ക് പോകാം. അവിടെ ഒരു ചെറിയ തുണിക്കച്ചവടം നടത്തിയിരുന്ന ശിവസുബ്രഹ്മണ്യ നാടാർക്കും വാമസുന്ദരി ദേവിക്കും 1945-ൽ ഒരു മകൻ ജനിച്ചു. ശിവ് നാടാർ എന്നായിരുന്നു അവന്റെ പേര്. മധുരയിലെ സ്കൂൾ പഠനത്തിന് ശേഷം ആ കുട്ടി കോയമ്പത്തൂരിലെ PSC കോളേജ് ഓഫ് ടെക്നോളജിയിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദം നേടി. ആദ്യത്തെ 2 ജോലികൾക്ക് ശേഷം ശിവിന് അന്ന് ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ കമ്പനിയായിരുന്ന ഡൽഹി ക്ലോത്ത് മിൽസിൽ ജോലി കിട്ടി. ദിവസം 10 മുതൽ 12 മണിക്കൂർ വരെ നീണ്ടുനിന്ന ജോലിക്കിടയിൽ അവൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു: തനിക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം. അതേ തുടർന്ന് ശിവും ആ കമ്പനിയിലെ അവന്റെ കൂടെ ജോലി ചെയ്തിരുന്ന കുറച്ച് ആളുകളും കൂടി സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ 1975-ൽ മൈക്രോകോം ലിമിറ്റഡ് എന്ന കമ്പനിക്ക് തുടക്കമായി. എന്നാൽ ഒരു വർഷം പിന്നിട്ടപ്പോൾ ശിവിന് ഒരു വലിയ തിരിച്ചറിവുണ്ടായി. രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം IBM ഇന്ത്യ വിടുന്ന സമയമായിരുന്നു അത്. കമ്പ്യൂട്ടർ മാനുഫാക്ചറിംഗിൽ ഇന്ത്യക്ക് ഒരു വലിയ ഗ്യാപ്പ് നികത്താനുണ്ട് എന്ന് ശിവ് തിരിച്ചറിഞ്ഞു. അങ്ങനെ 1976-ൽ 18,700 രൂപ മുതൽ മുടക്കോടെ ശിവ് ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടർ ലിമിറ്റഡ് അഥവാ HCL എന്ന കമ്പനി സ്ഥാപിച്ചു. ശിവിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ഉത്തർപ്രദേശ് ഗവൺമെന്റ് അദ്ദേഹത്തിന് 20 ലക്ഷം രൂപ ഗ്രാന്റ് അനുവദിക്കുകയും അതിന് പകരമായി കമ്പനിയിൽ 26% സ്റ്റേക്ക് എടുക്കുകയും ചെയ്തു. അങ്ങനെ HCL ആദ്യകാലത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പുകളിൽ ഒന്നായി മാറി. 1978-ൽ ഇന്ത്യയിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടറായ HCL 8C HCL ലോഞ്ച് ചെയ്തു. IT സെക്ടറിലെ ബൂം തിരിച്ചറിഞ്ഞ HCL തൊട്ടടുത്ത വർഷം തന്നെ സിംഗപ്പൂരിൽ ഫാർ ഈസ്റ്റ് കമ്പ്യൂട്ടേഴ്സും സ്ഥാപിച്ചു. അന്ന് 3 കോടി രൂപയുടെ മൂല്യമുണ്ടായിരുന്ന HCLന് ആദ്യത്തെ വർഷം തന്നെ 10 ലക്ഷം രൂപയുടെ സെയിൽസ് ഫിഗർ കൈവരിക്കാനും കഴിഞ്ഞു. HCLന്റെ പിന്നീടുള്ള യാത്രയിലെ 5 പ്രധാന നാഴികക്കല്ലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, 1982-ൽ ശിവ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സ്ഥാപനമായ NIITക്ക് തുടക്കം കുറിച്ചു. നമ്പർ 2, HCL നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിജിറ്റലൈസ് ചെയ്ത വർഷമായിരുന്നു 1993. നമ്പർ 3, ഇന്ത്യയിൽ മൊബൈൽ മാർക്കറ്റ് പടുത്തുയർത്താനായി 1995-ൽ HCL നോക്കിയുമായി ടൈ അപ്പിൽ ഏർപ്പെട്ടു. നമ്പർ 4, 2003-ൽ 1 ലക്ഷം PCകൾ വിൽക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി മാറി HCL. നമ്പർ 5, 2015-ൽ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബുമായി HCL പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. 1 ബില്യണിൽ കൂടുതലുള്ള ഫാനുകളുമായി കണക്ട് ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻ എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നുണ്ടാക്കാനായിരുന്നു ഇത്. 2020-ൽ ശിവ് നാടാർ HCLന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങി. പകരം ശിവിന്റെ മകൾ റോഷിനി നാടാറാണ് ആ സ്ഥാനത്തേക്ക് വന്നത്. ഇതോടെ ഒരു ലിസ്റ്റഡ് IT കമ്പനി ചെയർ ചെയ്യുന്ന ആദ്യത്തെ വനിതയായി മാറി റോഷിനി. 2025 മാർച്ചിൽ ശിവ് HCL കോർപ്പറേഷനിലും വാമസുന്ദരി ഇൻവെസ്റ്റ്മെന്റിലും തനിക്കുണ്ടായിരുന്ന 47% സ്റ്റേക്ക് റോഷിനിക്ക് ഗിഫ്റ്റ് ചെയ്തു. ഇതോടെ ഇന്ത്യയിലെ റിച്ചസ്റ്റ് വുമണായി മാറി റോഷിനി. ടെക്നോളജി, ഹെൽത്ത് കെയർ, ടാലന്റ് മാനേജ്മെന്റ് സൊല്യൂഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ HCL ഗ്രൂപ്പിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. HCL ഇൻഫോസിസ്റ്റം, HCL ടെക്, HCL ഹെൽത്ത് കെയർ എന്നീ 3 കമ്പനികളിലടങ്ങിയ HCL ഗ്രൂപ്പിന്റെ ആനുവൽ റവന്യൂസ് $13.8 ബില്യൺ മുകളിൽ വരും. 60 രാജ്യങ്ങളിലായി 2,20,000-ൽ കൂടുതൽ പ്രൊഫഷണലുകൾ ഇന്ന് HCL ഗ്രൂപ്പിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. തങ്ങളുടെ ചെറുപ്പത്തിൽ തന്റെ അച്ഛൻ മരണപ്പെട്ടതിനാൽ ശിവും സഹോദരങ്ങളും പഠനച്ചെലവിനുള്ള പണം കണ്ടെത്തിയിരുന്നത് സ്കോളർഷിപ്പുകൾ വഴിയാണ്. ശിവിന്റെ പഠനം പ്രധാനമായും തമിഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് 22 വയസ്സാകുന്നതുവരെയും അദ്ദേഹത്തിന് കാര്യമായി ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നില്ല. ശിവിന്റെ ഭാര്യയായ കിരൺ ഒരു നാഷണൽ ലെവൽ ബ്രിഡ്ജ് പ്ലെയറും 2018-ലെ ഏഷ്യൻ ഗെയിംസ് ബ്രോൺസ് മെഡലിസ്റ്റുമാണ്. 2024-ലെ ഓരോ ദിവസവും ശിവ് മനുഷ്യസ്നേഹ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചത് ഏകദേശം 5.9 ലക്ഷം കോടി രൂപയാണ്. ശിവിന്റെ മകളായ റോഷിനി CNBC-യിലും CNN-ലും ഇന്റേണായി ജോലി ചെയ്തിരുന്നു. ശിവിനെ പോലെ ഇൻസ്പയറിംഗ് ആയ മറ്റേതെങ്കിലും ബിസിനസ് ലീഡറുടെ ലൈഫ് സ്റ്റോറി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.